ഫ്രണ്ട്സ് അങ്ങനെ ഇങ്ങനെ വെറുതെ ഇരുന്നപ്പോഴത്തേക്കും കപ്പയും നല്ല കപ്പ വേവിച്ചതും നല്ല അയില ഫ്രൈയും അയിലക്കറിയും കൂട്ടാൻ ഭയങ്കര കൊതിയായിട്ടോ. അപ്പം ഞാനും ഷൂഡും കൂടെ ഇവിടുത്തെ നെസ്റ്റോയിൽ കപ്പയും മീനും വാങ്ങാൻ പോവാണേ. നെസ്റ്റോയിലേക്ക് കുറച്ച് ദൂരമുണ്ട് നടക്കാൻ കേട്ടോ. അപ്പോൾ സമയം ഇവിടെ 5:45. നല്ല ചൂടാണ്. ഞങ്ങളിങ്ങനെ നടന്നു പൊയ്ക്കൊണ്ടിരിക്കുക നെസ്റ്റോയിലോട്ട്. വേണ്ട, വലിയ തിരക്കൊന്നും ഇല്ലാത്ത കാര്യമ്മ. ഇപ്പോൾ സമയം വൈകുന്നേരം ആവുന്നേ ഉള്ളൂ. അതുപോലെ തന്നെ എല്ലാവരും ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വരുന്നതല്ലേ ഉള്ളൂ. അതുകൊണ്ടാണ് ഈ സമയത്ത് ഇവിടെ ഇങ്ങനെ എം ടി ആയിട്ട് കിടക്കുന്നത്. അല്ലെങ്കിൽ എപ്പോഴും ഇവിടെ തിരക്കായിരിക്കും. തിരക്കിവിടെ വരാൻ പോകുന്നേ ഉള്ളൂ. അതുപോലെ നല്ല ചൂടാണ്. നല്ല ചൂടെന്ന് പറഞ്ഞാൽ നല്ല ചൂടാണ്. നമ്മളിങ്ങനെ ആവിയിൽ പുഴുങ്ങിയെടുക്കുന്ന പോലത്തെ ചൂടാട്ടോ. പക്ഷെ ഇവനൊന്നും ഒരു പ്രശ്നമല്ല. ഇവൻ ഇവിടെ ഇങ്ങനെ കാറൊക്കെ കിടക്കുന്നുണ്ടിട്ട് അതിൽ പോകാമെന്നാണ് പറയുന്നത്. ഓൾറെഡി ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുക. എന്നിട്ട് ഈ പോകാമെന്നാണ് പറയുന്നത്. എങ്ങോട്ടാണ് പോകണ്ടേ? എങ്ങോട്ടാണ് പോകണ്ടേ? ഇവനെ കൊണ്ടൊന്ന് അബദ്ധമായി തോന്നുന്നു കേട്ടോ. എന്നോട് ഇത്തിരി നേരം നടക്കാൻ പറഞ്ഞിട്ട് ഒന്നും നടക്കുന്നില്ല. ഇളയിൽ തന്നെ കയറിയിരിക്കുക. പിന്നെ നടക്കാവോ? അവിടെ നടക്കത്തില്ലെന്ന് പറയും. അങ്ങനെ ഞങ്ങളിവിടെ നെസ്റ്റോയിലെത്തി കേട്ടോ. അപ്പോൾ ഇനി ഇതിനകത്തോട്ട് കയറുമ്പോൾ ഒരു സുഖമായിരിക്കും. കാരണം ഈസി ഉണ്ടല്ലോ അകത്ത്. എന്താ സുഖം. പ്രത്യേകിച്ച് സ്പെഷ്യലായിട്ടൊന്നും മേടിക്കുന്നില്ല. കപ്പയും മീനും മേടിക്കാൻ വേണ്ടി മാത്രം വന്നേക്കുന്നത്. അപ്പം ചോക്ലേറ്റ് കണ്ടു കഴിഞ്ഞാൽ അപ്പം ചോക്ലേറ്റ് എടുക്കുന്നു കേട്ടോ. ഉണ്ടോ? നമ്മുടെ മെയിൻ സെക്ഷൻ. ഇവിടെ നിന്ന് അയ്യമ്മയെ മേടിക്കണം. അയ്യമ്മയുണ്ട്. അങ്ങനെ പറഞ്ഞ പോലെ കപ്പയും നല്ല അയില ഫ്രൈയും. അയിലക്കറി വേണമെന്നായിരുന്നു. പക്ഷേ ഞങ്ങൾ മത്തിക്കറിയാണ് ഉണ്ടാക്കി കേട്ടോ. അവിടെ നിന്ന് മേടിച്ചുകൊണ്ട് വരുന്ന വീഡിയോ എടുക്കാൻ പറ്റിയില്ല. കാരണം ഇവൻ എൻ്റെ കയ്യിൽ തന്നെ ആയതുകൊണ്ട് എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ ആഗ്രഹം ഒന്ന് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടി ഒന്ന് കഴിക്കണം.